ഇന്നൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ഗായ്സ്. ഇന്നത്തെ മൂവി റിവ്യൂ എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ സിറൈ, ഒരു തമിഴ് മൂവിയാണ് ഗായ്സ്. ഈ പടം വന്നിട്ട് വിക്രം പ്രഭു, നമ്മളെ പ്രഭുവിന്റെ മകനായ വിക്രം പ്രഭു അഭിനയിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തമിഴിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു പടമാണ് സിറൈ. അത് സത്യത്തിൽ ഈ പടം നമുക്ക് ട്രിവാൻഡ്രത്ത് 2 തിയേറ്ററിലേ ഉള്ളൂ, അതും 2 ഷോയേ ഉള്ളൂ. ഒന്ന് ട്രാവൻകൂർ മാളിലും ലുലു മാളിലേ ഉള്ളൂ, രണ്ടിടത്തേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി പടം, അടിപൊളി പടം, നല്ല പടം. നല്ല പടം തന്നെ, ഒരു യൂണിഫോം പോസ്റ്റ് ഡ്രാമ മൂവി, ഒരു രക്ഷയില്ല, കിടിലം പടം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ തമിഴ് പടങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല മികച്ച ഒരു പടം. നമുക്കൊരു വെട്രിമാരന്റെ ഒക്കെ പടം കാണൂല, അതേ ഫീൽഡ് വരുന്ന ഒരു നല്ലൊരു പടം. ഈ പടം വന്നിട്ട് ഗായ്സ് ഒരു മികച്ച ഒരു യൂണിഫോം പോസ്റ്റ് ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഒരു ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് സുരേഷ് രാജകുമാരി ആണ് ഇതിന്റെ ഡയറക്ടർ വന്നിട്ട്. ഇതിന്റെ സ്ക്രീൻ പ്ലേയും റൈറ്ററും വന്നിട്ട് തമിഴ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. നമുക്കറിയാം അസുരനിലൊക്കെ ഉണ്ട്, ധനുഷിന്റെ അസുരൻ എന്ന് പറയുന്ന പടത്തിലൊക്കെ ഈ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഈ പുള്ളി ഒരു ഡയറക്ടറായിരുന്നു, താനാക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വിക്രം പ്രഭുവിന്റെ തന്നെ ഒരു പടത്തിലെ ഡയറക്ടറായിരുന്നു ഈ തമിഴ് തന്നെ ഇതിൽ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും നിർവഹിച്ചിരിക്കണം. പൊളി, ഒരു രക്ഷയില്ല സ്റ്റോറി. ഈ പടത്തിൽ മെയിൻ നമുക്ക് കറക്റ്റാ മെയിൻ ഇതായിട്ട് പറയാൻ പറ്റുന്ന സ്റ്റോറി, ഒരു രക്ഷയില്ലാത്ത കഥയാണ്. നമുക്ക് ആദ്യം തുടക്കം 5 മിനിറ്റ് മുതൽ നമ്മളെ എൻഗേജിങ് ആയിട്ട് ഇരുത്തും ഈ സിനിമ. അടിപൊളി സിനിമ. അതിന്റെ സ്റ്റോറി തന്നെയാണ് ഇതിന്റെ പടത്തിന്റെ മൊത്തം ഒരു ബാലൻസ് എന്ന് പറയുന്നത് പടത്തിന്റെ സ്റ്റോറിയാണ്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ വന്നത് SS ലളിത് കുമാർ, നമ്മളെ വിജയിലെ എല്ലാ പടത്തിനും പുള്ളിയാണ് പ്രൊഡ്യൂസറായിരുന്നത്. ഈ കഴിഞ്ഞ 2-3 വിജയിലെ എല്ലാ പടത്തിനും SS ലളിത് കുമാറാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അറിയില്ല, നമ്മളെ വിക്രം പ്രഭു. ലളിത് കുമാറിന്റെ മോൻ അക്ഷയ് എന്ന് പറയുന്ന ഒരു പുതിയ ആക്ടറാണ്. ലളിത് കുമാറിന്റെ തന്നെ മോനാണ്. അതിലാണ് പുള്ളിയാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിരുന്നത്. ഒരു അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഒരു പ്രതിയായിട്ട് അഭിനയിച്ചിരുന്നത്. പിന്നെ അടുത്തൊരു നടി എന്ന് പറഞ്ഞാൽ അനീഷ്മ അനിൽകുമാർ എന്ന് പറയും, നമ്മളെ മരണമാസ്, ബേസിൽ ജോസഫിന്റെ മരണമാസ്, പിന്നെ അയാം കാതല, നസ്ലിന്റെ അയാം കാതലിലേക്ക് നായികയിൽ അവരെ ക്യാരക്ടർ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇതിൽ ആപ്റ്റ് ആവുന്നുണ്ട്. അവരെ ക്യാരക്ടർ തന്നെ ഇതിൽ നല്ല കൊള്ളാം, ആപ്റ്റ് ആവുന്നുണ്ട്. പാവം പിടിച്ച ഒരു കാമുകി. പടം ഫസ്റ്റ് സ്റ്റാർട്ട്